വിദ്യാഭ്യാസ മനഃശാസ്ത്രം സംബന്ധമായ അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി സംബന്ധമായ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ തുടരുകയാണ്. 23ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ബുദ്ധിശക്തിയെ സംബന്ധിച്ചാണ്, ഇന്റലിജൻസിനെ സംബന്ധിച്ച്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ ബുദ്ധി അളക്കുക എന്നതിനെ സംബന്ധിച്ചാണ്. നമ്മൾ പലതും അളക്കാറുണ്ട്, സെന്റിമീറ്റർ, മീറ്റർ സ്കെയിലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ബുദ്ധിശക്തി അങ്ങനെ അളക്കാൻ സാധിക്കുമോ? ബുദ്ധിശക്തി അങ്ങനെ അളക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എങ്ങനെയാണ് ബുദ്ധിശക്തി അളക്കുക? അങ്ങനെ ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബിനെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ സൈമണിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അങ്ങനെ ബുദ്ധി അളക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനുവേണ്ടി അദ്ദേഹം ചില ടെസ്റ്റുകളൊക്കെ തയ്യാറാക്കി. അതിനെ ബിനെ സൈമൺ മാപകം അഥവാ ബിനെ സൈമൺ സ്കെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ബുദ്ധി അളക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കിയ ടെസ്റ്റുകളാണ്. ഇങ്ങനെ ചില ടെസ്റ്റുകൾ അദ്ദേഹം തയ്യാറാക്കിയപ്പോൾ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരേ തരം ടെസ്റ്റുകൾ നൽകുന്നത് ശരിയല്ല. കുട്ടികൾക്ക് അല്പം കാഠിന്യം കുറഞ്ഞ ടെസ്റ്റുകളാണ് നടത്തേണ്ടത്. അല്പം കൂടി മുതിർന്നവർക്ക് കുറച്ചുകൂടി കാഠിന്യ നിലവാരം കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ടെസ്റ്റുകളാണ് നടത്തേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റുകൾ പ്രായത്തിനനുസരിച്ച് പ്രയാസ നിലവാരം ക്രമീകരിച്ച ഇനങ്ങളാണ് അദ്ദേഹം തയ്യാറാക്കിയത്. അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അങ്ങനെ അദ്ദേഹം ചെയ്യാൻ കാരണം അദ്ദേഹം മനസ്സിലാക്കി പ്രായം കൂടുന്തോറും കുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുടെ കാഠിന്യ നിലവാരം വർദ്ധിച്ചു വരും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എല്ലാ പ്രായക്കാർക്കും ഒരേ ടെസ്റ്റ് അല്ലാതെ ഓരോ പ്രായത്തിനനുസരിച്ച് കാഠിന്യ നിലവാരം ഇങ്ങനെ കൂടി വരുന്ന ടെസ്റ്റുകളാണ് അദ്ദേഹം തയ്യാറാക്കിയത്. അങ്ങനെ അദ്ദേഹം തയ്യാറാക്കിയ ആ സ്കെയിലിനെയാണ് ബിനെ സൈമൺ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ആൽഫ്രഡ് ബിനെ മുന്നോട്ട് വെച്ച മറ്റൊരാശയമാണ് മെന്റൽ ഏജ് അഥവാ മാനസിക പ്രായം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹം ബുദ്ധി അളക്കുന്നതിന് വേണ്ടി പല ടെസ്റ്റുകൾ തയ്യാറാക്കിയെന്ന്. അവിടെ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഓരോ പ്രായക്കാർക്കും വേണ്ടി അദ്ദേഹം പ്രത്യേകം ടെസ്റ്റുകളാണ് തയ്യാറാക്കിയത്. 5 വയസ്സുകാർക്ക് വേണ്ടി അദ്ദേഹം ഒരു ടെസ്റ്റ് തയ്യാറാക്കി. അത് 5 വയസ്സുകാർക്ക് പറ്റിയതാണോ എന്ന് അദ്ദേഹം എങ്ങനെയാണ് തീരുമാനിച്ചത്? 5 വയസ്സുകാരായ ഒരു കൂട്ടം കുട്ടികൾക്ക് അദ്ദേഹം ആ ടെസ്റ്റ് നടത്തി. 5 വയസ്സുകാരായ കുറെ കുട്ടികളെ വിളിച്ച് ആ ടെസ്റ്റ് നടത്തി അദ്ദേഹം. അതിൽ 60 മുതൽ 90% വരെ കുട്ടികൾ അത് ശരിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 5 വയസ്സുകാർക്ക് പറ്റിയ ടെസ്റ്റാണ് എന്ന് അദ്ദേഹം നിർണയിച്ചു. അങ്ങനെ ഓരോ പ്രായക്കാർക്കും വേണ്ടി അങ്ങനെയാണ് അദ്ദേഹം ടെസ്റ്റുകൾ തയ്യാറാക്കിയത്. 5 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ടെസ്റ്റ് ഒരു കുട്ടി ഭംഗിയായി നിർവഹിച്ചാൽ ആ കുട്ടിയുടെ മെന്റൽ ഏജ് 5 ആണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ കുട്ടിയുടെ മാനസിക പ്രായം 5 ആണ്. കാരണം ആ കുട്ടി 5 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ ടെസ്റ്റ് വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കുട്ടിയുടെ മെന്റൽ ഏജ് 5 ആണ്. ഇനി 6 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു ടെസ്റ്റ് ഒരു കുട്ടി പാസ്സായാൽ ആ കുട്ടിയുടെ മെന്റൽ ഏജ് 6 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 വയസ്സുകാരുടെ ടെസ്റ്റ് പാസ്സാവുന്ന കുട്ടിക്ക് ഒരു പക്ഷേ 4 വയസ്സേ യഥാർത്ഥത്തിലായിട്ടുണ്ടാകും. ശാരീരിക പ്രായം, നമ്മൾ സാധാരണ വയസ്സ് എന്ന് പറയുന്ന ശാരീരിക പ്രായമുണ്ടല്ലോ, അതൊരു പക്ഷെ 4 വയസ്സായിരിക്കാം. 4 വയസ്സുള്ള ഒരു കുട്ടി 5 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഈ ടെസ്റ്റ്, ഈ ബുദ്ധി ടെസ്റ്റ് പാസ്സായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 4 വയസ്സുള്ള കുട്ടിയുടെ മെന്റൽ ഏജ് 5 വയസ്സാണെങ്കിൽ ആ കുട്ടി ബുദ്ധിപരമായിട്ട് അഥവാ ആ കുട്ടിയുടെ ബൗദ്ധിക നിലവാരം ശരാശരിക്കും മുകളിലാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് 5 വയസ്സുകാർക്ക് തയ്യാറാക്കിയിട്ടുള്ള ടെസ്റ്റ് പാസ്സാവാൻ കഴിഞ്ഞില്ല. അവർ 4 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ടെസ്റ്റ് മാത്രമേ പാസ്സാവാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലോ അവൻ്റെ ബൗദ്ധിക നിലവാരം, ബുദ്ധി നിലവാരം വളരെ പിന്നാക്കമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം മെന്റൽ ഏജ് കണക്കാക്കി. ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും ബൗദ്ധിക നിലവാരം അദ്ദേഹം കണക്കാക്കിയത്. ബുദ്ധിമാനം അഥവാ ഇന്റലിജൻസ് ക്വോഷ്യന്റ് IQ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കേട്ടറ്റ് പരീക്ഷയിൽ നിരവധി ചോദ്യങ്ങൾ ഈ വിഷയമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളത് പഠിക്കണം. സ്റ്റേൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ആശയം, ഇന്റലിജൻസ് ക്വോഷ്യൻ എന്ന ആശയം ആവിഷ്കരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആശയം ആവിഷ്കരിച്ചത്? നേരത്തെ ആൽഫ്രഡ് ബിനെയുടെ മെന്റൽ ഏജ് എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി.
ആ മെന്റൽ ഏജിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബുദ്ധി അളക്കുന്നതിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. കാരണം രണ്ട് കുട്ടികളുടെ മെന്റൽ ഏജ് ഒന്ന് തന്നെയാണ് എന്ന് വെക്കുക. രണ്ട് കുട്ടികളുടെ മെന്റൽ ഏജ് 5 എന്ന് സങ്കല്പിക്കുക. പക്ഷെ പിന്നെ അവരുടെ പ്രായം, ശാരീരിക പ്രായം നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരാൾ ബുദ്ധിമാന്ദ്യമുള്ളവനും ഒരാൾ മഹാബുദ്ധിശാലിയുമായി മാറുന്നതായി കാണാൻ സാധിക്കും. അഥവാ 5 വയസ്സുകാരുടെ ടെസ്റ്റ് പാസ്സായവൻ ശാരീരിക പ്രായം 4 ഉള്ളുവെങ്കിൽ അവൻ മഹാബുദ്ധിശാലിയാണ്. എന്നാൽ അവന് ശാരീരിക പ്രായം 7 അവനൊരു ബുദ്ധിമാന്ദ്യമുള്ളവനുമാണ്. ഇങ്ങനെയാണ് ആൽഫ്രഡ് ബിനെയുടെ ആ രീതി, ആൽഫ്രഡ് ബിനെ നടത്തിയിട്ടുള്ള ടെസ്റ്റുകളിലൂടെ സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്നും സ്റ്റേൺ മനസ്സിലാക്കിയ കാര്യം, ഇങ്ങനെ ബുദ്ധി നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് മെന്റൽ ഏജിനെ മാത്രമായിട്ട് പരിഗണിക്കുന്ന രീതി ശരിയല്ല. അതുകൊണ്ടാണ് ഇന്റലിജൻസ് ക്വോഷ്യൻ എന്ന് പറയുന്ന ഒരു ആശയം സ്റ്റേൺ ആവിഷ്കരിക്കുന്നത്. എന്താണ് ഇന്റലിജൻസ് ക്വോഷ്യൻ? അത് ഒരാളുടെ മാനസിക പ്രായത്തിൻ്റെ അഥവാ മെന്റൽ ഏജിൻ്റെയും അതോടൊപ്പം ശാരീരിക പ്രായത്തിൻ്റെയും അഥവാ ക്രോണോളജിക്കൽ ഏജിൻ്റെയും അംശബന്ധത്തെ ശതമാന രൂപത്തിലാക്കിക്കൊണ്ടുള്ള ഒരു സംഗതിയാണ് ഇന്റലിജൻസ് ക്വോഷ്യൻ. അപ്പോൾ എന്താണ് ഇന്റലിജൻസ് ക്വോഷ്യൻ എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ചുരുക്കി പറഞ്ഞാൽ മെന്റൽ ഏജിൻ്റെയും ക്രോണോളജിക്കൽ ഏജിൻ്റെയും അംശബന്ധത്തെ ശതമാന രൂപത്തിലാക്കുന്നതാണ് ഇന്റലിജൻസ് ക്വോഷ്യൻ. അപ്പോൾ IQ എങ്ങനെയാണ് അളക്കുക? അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. MA/CA × 100 അഥവാ MA എന്നാൽ മെന്റൽ ഏജ്, മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ വയസ്സ്. സാധാരണ നമ്മൾ വയസ്സ് എന്ന് പറയുന്ന വയസ്സാണ് CA, ക്രോണോളജിക്കൽ ഏജ്, × 100. അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ മെന്റൽ ഏജ് 5 വിചാരിക്കുക. 5 വയസ്സുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ടെസ്റ്റ് ആ കുട്ടി പാസ്സാകുമ്പോൾ ആ കുട്ടിയുടെ മെന്റൽ ഏജ് 5 പറയും. അങ്ങനെ ആ ടെസ്റ്റാണ് ആ കുട്ടിക്ക് പാസ്സാകാൻ കഴിഞ്ഞത്. 6 വയസ്സുകാരത് പാസ്സാവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കുട്ടിയുടെ വയസ്സ് മെന്റൽ ഏജ് 5, മെന്റൽ ഏജ് 5, മാനസിക പ്രായം. അത് ആദ്യം എഴുതും. ശേഷം അതിൻ്റെ താഴെ ബൈ ആ കുട്ടിയുടെ യഥാർത്ഥ ശാരീരിക വയസ്സ് എഴുതും. അത് 4 എന്ന് കരുതുക. അപ്പോൾ 5/4 × 100. അപ്പോൾ 500/4 എന്നാണ് അത് വരിക. 500/4 എന്ന് പറഞ്ഞാൽ എത്ര? 125. അപ്പോൾ ആ കുട്ടിയുടെ IQ 125 എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു കുട്ടിയുടേത് 5 വയസ്സ്, ശാരീരിക പ്രായം 5 വയസ്സാണ്, മെന്റൽ ഏജും 5 വയസ്സാണെങ്കിൽ 5/5 × 100. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് കിട്ടുക ആ കുട്ടിയുടെ IQ 100 എന്നാണ്. അപ്പോൾ 500/5 എന്നാണല്ലോ, അപ്പോൾ അത് 100 എന്നാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് IQ തയ്യാറാക്കുക. അപ്പോൾ IQ എങ്ങനെയാണ് കാണുക എന്ന ഈ ഇക്വേഷൻ, ഈ സൂത്രവാക്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് സംബന്ധമായിട്ട് നിരവധി ചോദ്യങ്ങൾ കേട്ട പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ MA/CA × 100. അപ്പോൾ അത് CA എന്നുള്ള മുകളിലായി പോകരുത്, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ് പരീക്ഷയിൽ തെറ്റുകൾ സംഭവിക്കാറുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. MA/CA മെന്റൽ ഏജ് ആണ് മുകളിൽ എഴുതേണ്ടത്, ക്രോണോളജിക്കൽ ഏജ് അതിൻ്റെ താഴെ × 100. 2016 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. 2016 ചോദ്യമാണ് ഇത്. ഈ ചോദ്യം നമുക്കറിയാം 2016 മാത്രമേ ഒരുപക്ഷെ ഇത് ശരിയാവുകയുള്ളൂ. ഇപ്പോൾ 2018 ധാരണ വെച്ച് നമ്മൾ ഇത് എഴുതിയാൽ ശരിയാവുകയില്ല. നോക്കാം. 1986 ജനുവരിയിൽ ജനിച്ച സതീഷിൻ്റെ മാനസിക വയസ്സ് 30 ആയാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ IQ എത്രയാണ്? അപ്പോൾ 1986 ജനിച്ചത്, അദ്ദേഹത്തിന് മാനസിക വയസ്സ് 30. അപ്പോൾ ഇപ്പോഴത്തെ IQ എത്രയാണ് എന്നാണ് കാണേണ്ടത്. 2016 ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ഇത് കാണാനുള്ള IQ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് അഥവാ MA/CA × 100. അതാണല്ലോ ഇക്വേഷൻ. മെന്റൽ ഏജ് 30. അപ്പോൾ ശാരീരിക വയസ്സോ? സാധാരണ വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ശാരീരിക വയസ്സ് എത്രയാണ്? 86 ജനിച്ചത്. അപ്പോൾ 96, 2006, 2016 30 വയസ്സാണ്. അപ്പോൾ 30/30 × 100 അങ്ങനെയാണ് IQ കാണുക.
അത് നമ്മൾ ചെയ്തു നോക്കിയാൽ 100 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇത് 2016 ചോദ്യമാണ് എന്ന കാര്യം നമ്മൾ ഓർത്തില്ല എങ്കിൽ ഈ ഉത്തരം കണ്ടെത്താൻ വലിയ പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അന്ന് ഉദ്ദേശിച്ച 100 എന്ന ഉത്തരമല്ല ഇന്ന് കിട്ടിയത്. ഇപ്പോൾ 2018 ആയല്ലോ, അയാൾക്ക് 32 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ 30/32 × 100 എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളത് ചെയ്യേണ്ടി വരിക. 2019 ആയി, അപ്പോൾ അയാൾക്ക് 33 വയസ്സായിട്ടുണ്ടാകും. അതുകൊണ്ട് 30/33 × 100 എന്ന് എഴുതേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ നൽകിയിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ശരിയായ ഉത്തരം ഒരു പക്ഷേ ഇല്ല എന്ന് വന്നേക്കാം. എല്ലാ വർഷം പ്രധാനപ്പെട്ടതാണല്ലോ വയസ്സ്. അതുകൊണ്ട് തന്നെ 2016 ചോദ്യമാണ് എന്ന നിലക്ക് തന്നെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം 100 എ ആണ് ശരിയായ ഉത്തരം. മറ്റൊരു കേട്ടൽ പരീക്ഷയിലെ ചോദ്യം: മീര, റാണി എന്നിവർ 12 വയസ്സുള്ള കുട്ടികളാണ്. അവരുടെ മാനസിക വയസ്സ് 8, 12 എന്നീ ക്രമത്തിലാണ്. അഥവാ മീരയുടെ മാനസിക വയസ്സ് 8, റാണിയുടെ മാനസിക വയസ്സ് 12. രണ്ടാളുടെയും യഥാർത്ഥ ശാരീരിക വയസ്സ് 12 തന്നെയാണ്. പക്ഷെ മീരയുടെ മാനസിക വയസ്സ് 8, റാണിയുടേത് 12. അപ്പോൾ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ എങ്ങനെ വിശദീകരിക്കാം, അവരുടെ IQവിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിശദീകരിക്കാം എന്നാണ് ചോദിക്കുന്നത്. മീരയുടേത് ശാരീരിക വയസ്സ് 12, മെൻ്റൽ ഏജ് 8. അവർ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് മീര. റാണി ശാരീരിക വയസ്സും 12, മെൻ്റൽ ഏജും 12. അപ്പോൾ അവർ ശരാശരിയാണ്, ആവറേജാണ്. അപ്പോൾ ശാരീരിക വയസ്സും 12, മെൻ്റൽ ഏജ് 13 ആണെങ്കിൽ അവർ ശരാശരിക്ക് മേലെയാണ് എന്ന് പറയാം. പക്ഷേ ഇവിടെ രണ്ടും 12 ആയതുകൊണ്ട് അവർ ശരാശരിയാണ്, ആവറേജാണ്. മീര 12 വയസ്സിനേക്കാൾ താഴെയാണ് അവരുടെ മാനസിക ഏജ്. ശാരീരിക വയസ്സ് 12, അതിനേക്കാൾ താഴെ 8 അവരുടെ മാനസിക വയസ്സ് എന്നുള്ളത് കൊണ്ട് അവർ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മാനസിക വെല്ലുവിളി നേരിടുന്ന ശരാശരി. ഇനി ബുദ്ധി നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്നത് എങ്ങനെ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വ്യക്തികളെ അവരുടെ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ IQവിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് ടെർമാൻ എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ള വർഗീകരണം. അതാണ് നമ്മൾ പറയുന്നത് ടെർമാൻ എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ള IQവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വർഗീകരണമാണ്. നമുക്ക് പരിശോധിക്കാം. ഇത് മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. ഇതിൽ പറയുന്ന ഈ കോളത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നമ്മൾ മനഃപ്പാഠമാക്കണം. അത് സംബന്ധമായി കൊണ്ടുള്ള ചോദ്യങ്ങൾ കേട്ടൽ പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. IQ 140 അതിന് മുകളിലോ ആണെങ്കിൽ ആ വ്യക്തി പ്രതിഭാശാലി എന്നാണ്, ആ ഗണത്തിലാണ് ഉൾപ്പെടുക. ജീനിയസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നവർ 140 മുകളിൽ IQ ഉള്ളവരാണ് ജീനിയസ്. IQ 120 139 ഇടയിലാണെങ്കിൽ അയാൾ വെരി സുപ്പീരിയർ അഥവാ അതിബുദ്ധിമാൻ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. IQ 110 119 ഇടയിലാണെങ്കിൽ അയാൾ ബുദ്ധിമാനാണ്, സുപ്പീരിയറാണ്. 90 109 ഇടയിലാണ് അയാൾ IQ എങ്കിൽ അയാൾ ആവറേജ് ആണ് അഥവാ ശരാശരിക്കാരനാണ്. 80 89 ഇടയിലാണ് IQ എങ്കിലോ അയാൾ ബുദ്ധി കുറഞ്ഞവനാണ്, ഡള്ളാണ്, ഡള്ള്. 70 79 ഇടയിലാണ് IQ എങ്കിൽ അയാൾ അതിർരേഖയിലുള്ളവനാണ് അഥവാ ബോർഡർ ലൈനിലുള്ളവൻ അഥവാ അതിർ രേഖയിലുള്ളവൻ എന്നാണ് അയാളെ കുറിച്ച് പറയുക. ആ ഗണത്തിലാണ് അയാൾ ഉൾപ്പെടുക. എന്നാൽ IQ 70 താഴെയാണെങ്കിൽ അയാൾ മന്ദബുദ്ധിയാണ്, ഫീബിൾ മൈൻഡഡ് ആണ്. ഈ മന്ദബുദ്ധികളെ തന്നെ നമുക്ക് 3 വിഭാഗങ്ങളായിട്ട് വേർതിരിക്കാം. അതാണ് IQ 50 69 ഇടയിലാണെങ്കിൽ അയാൾ മോറോൺസ് എന്ന ഗണത്തിലാണ്, മോറോൺസ്. എന്നാൽ IQ 25 49 ഇടയിലാണെങ്കിലോ അയാൾ ഇംബസൈൽസ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക, ഇംബസൈൽസ്. 25 താഴെയാണെങ്കിൽ അയാൾ ഇഡിയറ്റ്സ് എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക. അപ്പോൾ മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ് എന്നിവ മന്ദബുദ്ധികളുടെ 3 ഗ്രൂപ്പാണ്. അവരെ 3 ആയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്.
മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്. അപ്പോൾ ജീനിയസ് എന്നത് 140 അതിന് മുകളിലും ഐക്യു ഉള്ളവരാണ്. വെരി സുപ്പീരിയർ എന്നതോ 120 139 ഇടയിൽ ഐക്യു ഉള്ളവരാണ്. 110 119 ഇടയിൽ ഐക്യു ഉള്ളവരാണ് സുപ്പീരിയർ. 90 109 ഇടയിൽ ഐക്യു ഉള്ളവരാണ് ആവറേജ്. 80 89 ഇടയിൽ ഐക്യു ഉള്ളവരാണ് ഡൾ. 70 79 ഇടയിൽ ഐക്യു ഉള്ളവരാണ് ബോർഡർ ലൈൻ. 70 താഴെയുള്ളവർ മന്ദബുദ്ധികളാണ്, ഫീബിൾ മൈൻഡഡ് ആണ്. ഈ മന്ദബുദ്ധികളെ തന്നെ നമുക്ക് 3 വേർതിരിക്കാം: മോറോൺസ്, ഇംബസൈൽസ്, ഇഡിയറ്റ്സ്. മോറോൺസ് എന്നാൽ 50 69 ഇടയിൽ ഐക്യമുള്ളവരാണ്. ഇംബസൈൽസ് എന്നാൽ 25 49 ഇടയിൽ ഐക്യമുള്ളവരാണ്. ഇഡിയറ്റ്സ് എന്നാൽ 25 താഴെ ഐക്യമുള്ളവരാണ്. കേട്ടൽ പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം: ടെർമാന്റെ ഐക്യു വർഗീകരണ പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് ടെർമാന്റെ വർഗീകരണം നമ്മൾ കണ്ടല്ലോ. ഐക്യു അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വർഗീകരിച്ചത് നമ്മൾ കണ്ടു. അത് മനഃപ്പാഠമാക്കണം എന്ന് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും മനഃപ്പാഠമാക്കുക. എ എന്ന ഓപ്ഷൻ നോക്കാം. 120 മുതൽ 130 വരെ ഐക്യു ഉണ്ടെങ്കിൽ അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ എന്ന ഗണത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. ശരിയാണ്, പക്ഷെ അത് ചെറിയൊരു മിസ്റ്റേക്ക് 139 വരെ എന്നുണ്ട്. അതാണോ, അതൊരു പ്രശ്നമാണോ എന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നമ്മൾ വായിച്ചു നോക്കാം. 80 മുതൽ 89 വരെ ബുദ്ധി കുറഞ്ഞവർ അഥവാ ഡള്ള്, അതും ശരിയാണ്. 70 താഴെയുള്ളവരെ മന്ദബുദ്ധികൾ അഥവാ ഫീബിൾ മൈൻഡഡ് എന്ന ഗണത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അതും ശരിയാണ്. ഈ 25 താഴെയുള്ളവരെ മോറോൺ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. മോറോൺ എന്നാൽ ഐക്യു 50 69 ഇടയിലുള്ളവരാണ്. 25 താഴെയുള്ളവരെ ഇഡിയറ്റ്സ് എന്ന ഗണത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഡി ആണ് ശരിയല്ലാത്ത ഉത്തരം അഥവാ തെറ്റായത്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഡി ആണ്. മോറോൺ നടത്തിയിട്ടുള്ള വർഗീകരണ പ്രകാരം തെറ്റായിട്ടുള്ളത് ഡി ആണ്. 25 താഴെയുള്ളവരെ അദ്ദേഹം മോറോൺ എന്നല്ല വിളിച്ചത്, ഇഡിയറ്റ്സ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇന്റലിജൻസ് ടെസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അപ്പോൾ ബുദ്ധിശോധകങ്ങളെ കുറിച്ച്. ഈ ബുദ്ധിശോധകങ്ങളെ, ഇന്റലിജൻസ് ടെസ്റ്റുകളെ നമുക്ക് പലതായിട്ട് വേർതിരിക്കാം, പല ഗ്രൂപ്പുകളായിട്ട് വേർതിരിക്കാം. അത് പല കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവയെ പല ഗ്രൂപ്പുകളായിട്ട്, പല വർഗങ്ങളായിട്ട് വർഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഉദാഹരണം നോക്കുമ്പോൾ, ഒരേ സമയം എത്ര പേരെ പരിശോധിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റുകളെ നമുക്ക് 2 വിധമായിട്ട് വേർതിരിക്കാം. ഒന്ന് ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ, മറ്റൊന്ന് ഗ്രൂപ്പ് ടെസ്റ്റുകൾ. ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ അഥവാ വ്യക്തിശോധനകൾ എന്ന് പറഞ്ഞാൽ ഒരു സമയം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ടെസ്റ്റാണത്. അതുവഴി ഒരു വ്യക്തിയെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആ ടെസ്റ്റിലൂടെ. ആ വ്യക്തിയുടെ കായിക പ്രകടനങ്ങളും അതുപോലെ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്തരം ടെസ്റ്റുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് സ്റ്റാൻഫോർഡ് ബിനെ ടെസ്റ്റ്, അത് ആ കൂട്ടത്തിൽ ഒന്നാണ്. വെസ്ലർ ബെല്ലവ്യൂ ഇന്റലിജൻസ് ടെസ്റ്റ്, അത് വേറൊന്നാണ്. കോ എന്ന് പറയുന്ന വ്യക്തി തയ്യാറാക്കിയിട്ടുള്ള ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്, അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ബുദ്ധി പരിശോധിക്കാനാണ് ഇവ ഉപയോഗിക്കുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവക്കൊക്കെ വല്ലാത്ത ചിലവാണ്, സാമ്പത്തികമായിട്ട് വലിയ ചിലവുണ്ടാകും. അതോടൊപ്പം തന്നെ ഇതൊക്കെ നടത്താൻ ഒരുപാട് സമയവും ആവശ്യമാണ്. പിന്നെ ഇത് നടത്തുന്ന ആളുകൾക്കൊക്കെ നല്ല വിദഗ്ധ പരിശീലനവും ലഭിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം ടെസ്റ്റുകൾ കൊണ്ടൊക്കെ ഗുണമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയാണ്. ഇവിടെ ഈ കുറേ ടെസ്റ്റുകളുടെ പേര് പറഞ്ഞല്ലോ, ആ ടെസ്റ്റുകളുടെ പേരുകൾ നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ സ്റ്റാൻഫോർഡ് ബിനെ ഇൻ്റലിജൻസ് ടെസ്റ്റ്, വെസ്ലർ ബെല്ലവ്യൂ ഇൻ്റലിജൻസ് ടെസ്റ്റ്, കോയുടെ ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഓർമ്മയിൽ ഓർത്ത് വെക്കുക. അപ്പോൾ അത് സംബന്ധമായും ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ വരാം. ഇത് സംബന്ധമായിക്കൊണ്ട് ഒരു കേട്ടൽ പരീക്ഷയിൽ വന്ന ചോദ്യം: സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ മെഷേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ ഒരു വ്യക്തിയുടെ എന്താണ് അളക്കുന്നത്? ആപ്റ്റിറ്റ്യൂഡ്, ക്രിയേറ്റിവിറ്റി, ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ കുറേ ടെസ്റ്റുകളുടെ പേര് അവിടെ പറഞ്ഞപ്പോൾ അത് മനഃപ്പാഠമാക്കണം, ആ ടെസ്റ്റുകളുടെ പേര് ഓർത്ത് വെക്കണമെന്ന്. അപ്പോൾ ഇൻ്റലിജൻസ് അളക്കുന്ന ഒരു ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ. ഇപ്പോൾ ഈ ഉത്തരം എഴുതിയ ആൾ, ഈ ചോദ്യപേപ്പർ ഉപയോഗിച്ച് ഉത്തരം എഴുതിയ ആൾ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് പിന്നീട് ആൻസർ കീ നോക്കിയപ്പോൾ തെറ്റാണെന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ടാവാം അതിന് 12 എന്നതിന് താഴെ തെറ്റ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ആപ്റ്റിറ്റ്യൂഡ് എന്നതല്ല, ഇവിടെ ഇൻ്റലിജൻസ് ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ എന്ന് നമുക്കറിയാം. നമ്മൾ ഇനിയും 1-2 ടെസ്റ്റുകളുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതും കൂടി നമ്മൾ മനഃപ്പാഠമാക്കുക. ഒരുപക്ഷെ അടുത്ത പരീക്ഷയിൽ ഈ സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ എന്നതിന് പകരം മറ്റൊരു ടെസ്റ്റിൻ്റെ പേരായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് നമ്മൾ മനഃപ്പാഠമാക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ഇതിൽ ശരിയായ ഉത്തരം. ഇൻ്റലിജൻസ് അളക്കുന്ന ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബിനെ സ്കെയിൽ. രണ്ടാമത്തേതാണ് ഗ്രൂപ്പ് ടെസ്റ്റുകൾ. ഇത് ഒരേ സമയം ഒരുപാട് പേർക്ക് നൽകും. നേരത്തെ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഒരാൾക്ക് കൊടുത്ത് അയാളുടേത് മാത്രം അളക്കാൻ വേണ്ടിയുള്ളതാണ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ ഒരുപാട് പേർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ദ ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് സൈക്കോളജി. ഇത് ഓർത്ത് വെക്കുക, ഈ ടെസ്റ്റിൻ്റെ പേര് ഓർത്ത് വെക്കുക. ഒരുപക്ഷെ പരീക്ഷയിൽ ചോദിച്ചേക്കാം. ദ ഗ്രൂപ്പ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് സൈക്കോളജി എന്നത് ഈ ഗ്രൂപ്പ് ടെസ്റ്റുകൾക്ക് ഒരു ഉദാഹരണമാണ്. ഇത്തരം ഗ്രൂപ്പ് ടെസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ വസ്തുനിഷ്ഠമായിരിക്കും, അഥവാ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിൽ ചെലവും കുറവാണ് എന്നതാണ് ഇത്തരം ഗ്രൂപ്പ് ടെസ്റ്റുകളുടെ പ്രത്യേകത. രണ്ടാമതായിട്ട് ടെസ്റ്റുകൾ നടത്തുന്നത് എങ്ങനെ, അതിലുള്ള മാധ്യമം എന്ത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ടെസ്റ്റുകളെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. വെർബൽ ടെസ്റ്റ്, നോൺ വെർബൽ ടെസ്റ്റ്. അഥവാ ഭാഷാപരമായ ടെസ്റ്റുകൾ, ഭാഷാപരമല്ലാത്ത ടെസ്റ്റുകൾ. അതായത് ഭാഷാപരമായ ടെസ്റ്റ് അഥവാ വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ഒന്നുകിൽ വാക്കാൽ ഇങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ എഴുതി കൊടുക്കുക. അപ്പോൾ സാധാരണ അച്ചടിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ചോദിക്കുക, അല്ലെങ്കിൽ വാക്കാൽ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക, എന്നിട്ട് ഉത്തരങ്ങൾ എഴുതുക. അങ്ങനെയാണ് ആ ടെസ്റ്റ് നടത്തുക. ഏതായാലും ചോദ്യം ചോദിക്കുന്നു, ഉത്തരം അയാൾ എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എഴുത്തറിയാത്തവർക്ക്, നിരക്ഷരരായ ആളുകൾക്ക്, പിന്നെ കുറച്ച് മാത്രം വിദ്യാഭ്യാസം നേടിയവർക്ക്, പിന്നെ കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കാൻ പറ്റുകയില്ല. അതാണ് ഈ വെർബൽ ടെസ്റ്റിൻ്റെ പരിമിതി. ആ പരിമിതി മറികടക്കാൻ വേണ്ടിയിട്ടാണ് നോൺ വെർബൽ ടെസ്റ്റുകൾ അഥവാ ഭാഷാപരമല്ലാത്ത ടെസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ ഭാഷ ആവശ്യമില്ല. ചിത്രങ്ങളോ രൂപങ്ങളോ ബ്ലോക്കുകളോ പിന്നെ മറ്റു വസ്തുക്കളോ ഒക്കെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നവയാണ് ഈ ഭാഷാപരമല്ലാത്ത ടെസ്റ്റുകൾ. അതിന് ചില ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ വെർബൽ ടെസ്റ്റുകൾ നമുക്ക് സർവ്വസാധാരണമാണ്, നമുക്കറിയാം. പക്ഷേ നോൺ വെർബൽ ടെസ്റ്റുകളാണ് പ്രത്യേകമായിട്ടുള്ളവ. അപ്പോൾ അതിൽ 2 ഉദാഹരണം നമ്മൾ പഠിച്ചു വെക്കണം. ഒന്ന് പിറ്റ്ഗോൺസ് നോൺ വെർബൽ ടെസ്റ്റ്. പിറ്റ്ഗോൺസ് നോൺ വെർബൽ ടെസ്റ്റ്. റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ്. റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ്. അപ്പോൾ പിറ്റ്ഗോൺസ് നോൺ വെർബൽ ടെസ്റ്റും റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസും നോൺ വെർബൽ ടെസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഭാഷാപരമായ കഴിവില്ലാത്ത നിരക്ഷരരായ ആളുകൾക്കും കുറച്ച് മാത്രം വിദ്യാഭ്യാസമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ നമുക്ക് ഈ നോൺ വെർബൽ ടെസ്റ്റുകൾ ഉപയോഗിക്കാം. 2 നോൺ വെർബൽ ടെസ്റ്റുകളുടെ പേര് ഓർത്തു വെക്കുക. പിറ്റ്ഗോൺസ് നോൺ വെർബൽ ടെസ്റ്റ്, റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ്. ബുദ്ധി അളക്കാനുള്ള മറ്റൊരു തരം ടെസ്റ്റാണ് പെർഫോമൻസ് ടെസ്റ്റ്. ഇത് വാക്കാലുള്ള ഉത്തരമല്ല ഈ ടെസ്റ്റുകളിൽ നൽകേണ്ടത്. പകരം എന്തെങ്കിലും തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഈ ടെസ്റ്റുകൾക്ക് ഉത്തരമായിട്ട് നൽകേണ്ടത്. ഇത്തരം ടെസ്റ്റുകളിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഒന്ന്, ഈ കേൾവി ശക്തിയില്ലാത്തവർ, അല്ലെങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലും വൈകല്യമുള്ളവർ, അല്ലെങ്കിൽ സാംസ്കാരിക ഭിന്നതകൾ മൂലമുണ്ടാകുന്ന പോരായ്മകൾ അനുഭവിക്കുന്നവർ, അത്തരം ആളുകളുടെ ബുദ്ധിശക്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ, പെർഫോമൻസ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി നമ്മൾ ഓർത്ത് വെക്കണം. പിൻഡർ പാറ്റേഴ്സൺ പെർഫോമൻസ് സ്കെയിൽ, ദ ആദർ പെർഫോമൻസ് സ്കെയിൽ, ബാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ്, വെസ്ലർ ബെല്ലവ്യൂ ബുദ്ധിമാപിനി അഥവാ WBIS. ഇവയെല്ലാം പെർഫോമൻസ് ടെസ്റ്റുകൾക്ക് ഉദാഹരണമാണ്. ഇവയെല്ലാം ബുദ്ധി അളക്കാൻ വേണ്ടിയുള്ള പെർഫോമൻസ് ടെസ്റ്റുകളാണ്.
അപ്പോൾ ബുദ്ധി അളക്കുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെ ബുദ്ധി അളക്കാനുള്ള ടെസ്റ്റുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അളക്കുക? ഈ ബുദ്ധിശോധകങ്ങൾ അഥവാ ബുദ്ധി അളക്കുന്ന ടെസ്റ്റുകൾ ഉപയോഗിച്ച് അളക്കുന്ന സാമാന്യ ശേഷികൾ ഏതൊക്കെയാണ് എന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അവയിൽ എല്ലാം നമ്മൾ പറയുന്നതല്ല, അതിൽ ചിലതാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഒന്ന്, ന്യൂമറിക്കൽ റീസൺസ്, സംഖ്യാപരമായ യുക്തിചിന്ത. രണ്ട്, അനലോജീസ് അഥവാ സദൃശ ബന്ധങ്ങൾ. മൂന്ന്, ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം. നാല്, സ്പേഷ്യൽ റിലേഷൻസ്, സ്ഥലപരിമിതി ബന്ധങ്ങൾ. അഞ്ച്, ലോജിക്കൽ സെലക്ഷൻ, യുക്തിപൂർവകമായ തിരഞ്ഞെടുപ്പ്, ലോജിക്കൽ സെലക്ഷൻ. ആറ്, സിനോനിംസ്, പര്യായങ്ങൾ. ഏഴ്, പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ്, പ്രായോഗിക നിഗമനങ്ങൾ അഥവാ പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ്. എട്ട്, വെർബൽ കോംപ്രിഹെൻഷൻ, ഭാഷാപരമായ ആശയഗ്രഹണം, വെർബൽ കോംപ്രിഹെൻഷൻ. 9, മെമ്മറി, സ്മരണ. 10, പ്രോബ്ലം സോൾവിങ്, പ്രശ്ന നിർദ്ധാരണം. ഇത് 10 നമ്മൾ മനഃപ്പാഠമാക്കുകയാണ് വേണ്ടത്. ഇത് സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ 10 നമ്മൾ മനഃപ്പാഠമാക്കുക തന്നെ ചെയ്യണം. ന്യൂമറിക്കൽ റീസണിങ്, അനലോജീസ്, ക്ലാസിഫിക്കേഷൻ, സ്പേഷ്യൽ റിലേഷൻസ്, ലോജിക്കൽ സെലക്ഷൻ, സിനോനിംസ്, പ്രാക്ടിക്കൽ ജഡ്ജ്മെന്റ്, വെർബൽ കോംപ്രിഹെൻഷൻ, മെമ്മറി, പ്രോബ്ലം സോൾവിങ്. ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്: ബുദ്ധിശോധകങ്ങൾ വഴി അഥവാ ഇന്റലിജൻസ് ടെസ്റ്റുകൾ വഴി അളക്കാൻ സാധിക്കാത്തത് ഏതാണ്? അപ്പോൾ അളക്കാൻ സാധിക്കാത്തത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അളക്കാൻ സാധിക്കുന്നത് ഏതാണ് എന്ന് നമുക്ക് അറിയണം. അഥവാ ആ 10 നമുക്ക് നല്ല മനഃപ്പാഠമായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ പെടാത്തത് ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ 10 നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കണം. എങ്കിലേ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. സദൃശ ബന്ധങ്ങൾ കാണാനുള്ള കഴിവ്, എബിലിറ്റി ടു ഫൈൻഡ് അനലോജി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അനലോജീസ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് അളക്കാൻ സാധിക്കും, നമുക്കറിയാം. ബി, വർഗീകരണം ചെയ്യാനുള്ള ശേഷി, എബിലിറ്റി ടു ക്ലാസിഫൈ, ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതും അളക്കാൻ സാധിക്കും. അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല. ആ 10 ആപ്റ്റിറ്റ്യൂഡ് എന്നത് ഉണ്ടായിരുന്നില്ല. ഡി നോക്കാം. പ്രശ്ന നിർദ്ധാരണ ശേഷി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. 10ാമതായിട്ട് നമ്മൾ പറഞ്ഞത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇതിലില്ലാത്തത് അഥവാ അളക്കാൻ സാധിക്കാത്തത് അഭിരുചിയാണ് അഥവാ ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 10 മനഃപ്പാഠമാക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.